ദൂതർ പാടും ഗീതം കേൾക്കും രാവിൽ മാനവരൊന്നായി വാഴ്ത്തിപ്പാടാം നാഥൻ സ്തുതിഗീതം. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്, ലാ 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 ലാ. എന്താ മോളൂ നോക്കുന്നേ? ചേച്ചി, ഈ ക്രിസ്മസ് കാർഡ് എങ്ങനെയാണ് ഉണ്ടായേ? അതോ 1611 ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമനും അദ്ദേഹത്തിന്റെ മകൻ ഹെൻറി ഫ്രെഡറിക്കിനും മൈക്കൽ മേയർ നൽകിയതാണത്. ആദം മക്ലൻ എന്ന വ്യക്തി 1979 സ്ക്വേഡിഷ് റെക്കോർഡ് ഓഫീസിൽ നിന്നുമാണ് ഈ രേഖ കണ്ടെടുക്കുന്നത്. ഇതൊരു ചെറിയ കാർഡ് ആയിരുന്നില്ല. 84x60 സെന്റിമീറ്റർ വലുപ്പമുള്ള അഥവാ 33x24 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഷീറ്റ് ആയിരുന്നു. അത്രയും വലിപ്പം ഉണ്ടായിരുന്നോ? ആ, ഒരു ന്യൂസ് പേപ്പറിന്റെ ആദ്യ പേജും അവസാന പേജും കാണത്തക്ക രീതിയിൽ നിവർത്തി വെച്ചാൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിപ്പമുണ്ടായിരുന്നു. എന്റെ അമ്മോ, ഇത്രയും വലിയ പേപ്പറിൽ എന്താണ് എഴുതിയിരുന്നത്? അതിനുള്ളിൽ നടുവിൽ ഒരു റോസ് ഫ്ലവർ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ റോസാപ്പൂവിന്റെ ആകൃതി. അവിടെയായിരുന്നു രാജാവിനുള്ള ആശംസകളും വന്ദനങ്ങളും എഴുതിയിരുന്നത്. പിന്നെ മറ്റു വശങ്ങളിൽ 4 കവിതകളും ഒരു ഗാനവും എഴുതി വെച്ചിരുന്നു. അപ്പോ ഇപ്പോഴത്തെ കാർഡൊക്കെയോ? ഇപ്പോൾ കാണുന്ന കാർഡുകൾ 1534 മുതലാണ് ലഭ്യമായിട്ടുള്ളത്. അതിലാണ് മേരി ക്രിസ്മസ് എന്ന് ആശംസിച്ചു തുടങ്ങിയത്. പിന്നീട് അത് കരോൾ ഗാനങ്ങളിലും ഉൾപ്പെടുത്തി. ആദ്യമൊക്കെ ക്രിസ്മസ് കാർഡ് സാധാരണക്കാരുടെ ഇടയിൽ സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് അത് എല്ലാവരും സ്വീകരിക്കപ്പെട്ടു. ക്രിസ്മസ് കാർഡ് വിറ്റ് കിട്ടുന്ന പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും അവർ ഉപയോഗിച്ചു. അങ്ങനെ ഇതിന്റെ ഉപയോഗം വർദ്ധിച്ചു വന്നു. ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ എല്ലാവരും സൈനികർക്ക് കാർഡുകൾ അയക്കാൻ തുടങ്ങി. അതെന്തായാലും കൊള്ളാം. കാരണം എത്ര സൈനികരാ നമുക്ക് വേണ്ടി കാവൽ നിന്ന് മരിക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആശംസ സൈനികർക്ക് കൊടുത്താലോ? പിന്നെന്താ, സ്വന്തം നാടും വീടും വിട്ട് ഉറ്റവരെയും ഉടയവരെയും വിട്ട് അങ്ങകലങ്ങളിൽ അതിർത്തി കാക്കുന്ന നമ്മുടെ സൈനികർക്ക് വിണ്ണിലെ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് കാലത്തിൽ സാധിക്കട്ടെ. എല്ലാ ധീരജവാന്മാർക്കും എന്റെ കൊച്ചു കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്.